അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് 3 മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവിടെയൊക്കെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു, നീതി നടപ്പിൽ വരുത്തുമെന്നും, യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നാൽ വിശ്വസിക്കാത്തവർക്ക് നരകമുണ്ട് എന്ന് 3 ഗ്രന്ഥങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലായിരുന്നു നമ്മൾ മുന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നുകൂടെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സബ്ജക്റ്റിലേക്ക് പോവാം. ഭഗവത്ഗീത അധ്യായം 4 ജ്ഞാന കർമ്മയോഗ, വാക്യം 7-8 പറയുന്നത്: ഹേ ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ അവതരിക്കുന്നത്. ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യങ്ങൾ എടുത്തു പറയുന്നു. സജ്ജനങ്ങളെ, ധർമ്മിഷ്ഠരെ, ഭക്തരെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ വീണ്ടും ഉറപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നത്. ധർമ്മ സംരക്ഷണം, ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം എന്നിവയിലാണ് അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ഈ അക്രമങ്ങളും അനീതികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ഇവിടെ ഈ കലിയുഗത്തിൽ ധർമ്മം സ്ഥാപിക്കാൻ, നീതി നടപ്പിൽ വരുത്താനാണ് ആര്? കൽക്കി വരുന്നത്. അപ്പോൾ കൽക്കിയുടെ ലക്ഷ്യങ്ങൾ എന്താ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അധർമ്മങ്ങൾ വാഴുന്ന സമയം ഞാൻ സ്വയം അവതരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ എന്നാണോ മരിക്കുന്നത്, അഥവാ നമ്മളിലുള്ള ആത്മാവ് എന്നാണോ പുറത്തു വരുന്നത്, അത് സ്വതന്ത്രമാവുന്നത്, ആ ഒരു സമയത്താണ് യഥാർത്ഥ സൃഷ്ടാവിനെ നമ്മൾ കണ്ടെത്തുന്നത്. അഥവാ നമ്മൾ സൃഷ്ടാവ് ആത്മാവാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവിൻ്റെ ആത്മാവിനെ നമുക്ക് അറിയാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊരു ആത്മാവായി മാറണം. അപ്പോൾ നമ്മുടെ മരണമാണ്. ആ ഒരു സമയത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിന് മുന്നേ നമുക്ക് ഒരിക്കലും ഭൂമിയിൽ വെച്ചിട്ട് നമ്മളെ സൃഷ്ടാവിനെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവ് അവതരിക്കുന്നു ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലൊരു നേരിട്ട് നമ്മളെ മുന്നിൽ ഒരിക്കലും സൃഷ്ടാവ് വരില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? യഥാർത്ഥ സൃഷ്ടാവിൻ്റെ സത്യങ്ങളാണ് പുറത്തോട്ട് വരിക. അപ്പം അതുവഴി ധർമ്മത്തെ സ്ഥാപിക്കും, അല്ലെങ്കിൽ അക്രമികളെ ശിക്ഷിക്കാനും ഭക്തന്മാരെ സംരക്ഷിക്കാനും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ തെറ്റിൽ നിന്ന് യഥാർത്ഥ സത്യത്തിലേക്ക് വഴി തെളിക്കാനാണ് കൽക്കി വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കാം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ദുഷ്ടന്മാരെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ശിക്ഷ നമ്മളിലേക്ക് വന്നെത്താനും സാധ്യത ഉണ്ട്. ഇനി അത് ബൈബിളിലേക്ക് പോകാന്നുണ്ടെങ്കിൽ യെശയ്യാ 60:2 പറയുന്നത്: അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെയും മൂടുന്ന നിന്റെ മേൽ അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും മൂടുന്നു. നിന്റെ മേൽ കർത്താവ് ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. അപ്പോൾ ഇവിടെ അതന്നെ പറയുന്നത്. അന്ധകാരം കൂരിരുട്ട് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവിടെ അക്രമങ്ങൾ, അനീതികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മേൽ കർത്താവ് ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ യഥാർത്ഥ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടാവിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. കൂടെ അവൻ്റെ നമുക്ക് അതിന് പുറത്തും അവൻ്റെ തെളിവുകൾ വരുമെന്ന് പറയുന്നുണ്ട്. ഇനി യെശയ്യാ 66:14 പറയുന്നത്: ദൈവത്തിൻ്റെ കൈ ദാസന്മാർക്ക് വെളിപ്പെടും, ശത്രുക്കളോടായിരിക്കും അവൻ ക്രോധം കാണിക്കാം. അപ്പോൾ നമ്മൾ മുന്നേ ഭഗവത്ഗീതയിൽ വായിച്ചു ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിന് നിന്ന്. ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ശത്രുക്കളോടായിരിക്കും അവൻ ക്രോധം കാണിക്കാന്ന്. അപ്പം യഥാർത്ഥ സത്യത്തെ വിശ്വസിക്കാത്ത അക്രമികളായ ജനങ്ങളിലേക്ക് ശിക്ഷ വന്നെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 മതം സെയിം ആയിട്ട് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വേറെ എവിടെയല്ല, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. കൂടുതലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ദൈവത്തിൻ്റെ കൈകൾ ദാസന്മാർക്ക് വെളിപ്പെടുന്നു പറയുന്നുണ്ട്. ഇവിടെ എന്താണ് ദൈവത്തിൻ്റെ കൈകൾ എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മതഗ്രന്ഥത്തിലും ദൈവത്തിൻ്റെ കൈകൾ എന്ന് പറയുന്നത് ആ ഒരു സൃഷ്ടാവിൻ്റെ ഈ അത്ര അംശത്തിലെ ഒരംശത്തിനാണ് കൈകൾ എന്ന് പറയുന്നത്. ആ ഒരു അംശത്തിൻ്റെ പ്രക്രിയകളാണ്, അല്ലെങ്കിൽ ആ ഒരു അംശം ആണ് എല്ലാ കാര്യം നിയന്ത്രിക്കുന്നത്. അഥവാ നമ്മുടെ ജനനവും മരണവും, നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നതും പ്രപഞ്ചത്തിലുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളെയും പരിപാലിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആരാ?
സൃഷ്ടാവിൻ്റെ കൈകളാണ്. കൈകൾ കൊണ്ടുള്ള പ്രവൃത്തികളാണ്, പകലും രാത്രി അങ്ങനെ എല്ലാ കാര്യവും. അപ്പോൾ അത് ആ കൈ എന്താണെന്നുള്ളത് നമുക്ക് വെളിപ്പെടുന്ന പറയുന്നത്. അപ്പോൾ ആ വെളിപ്പെടുന്ന സമയത്ത് വിശ്വസിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, വിശ്വസിക്കാത്തവർക്ക് നരകമുണ്ട് എന്ന് അതിലും പറയുന്നുണ്ട്. ഇനി ഫുസിലത്ത് അധ്യായം 41 ഫുസിലത്ത് 53 പറയുന്നത്, ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നതിന് മതിയായതല്ലേ? തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലോ, ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. അപ്പൊ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനായതുകൊണ്ടാണ് നമ്മളെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ സൃഷ്ടാവിന് അറിയാൻ സാധിക്കുന്നത്. അഥവാ എല്ലാ മതഗ്രന്ഥത്തിലും പറയുന്നുണ്ട്, സൃഷ്ടാവിന്റെ മുന്നിൽ നമ്മൾ എല്ലാം ഓപ്പണാണ്, നമ്മളെ എല്ലാം വ്യക്തമായിട്ട് കാണാനും അറിയാനും പറ്റുന്നുണ്ട് അതുവഴി. പക്ഷെ നമുക്ക് സൃഷ്ടാവിനെ കാണുന്നില്ല എന്നേ ഉള്ളൂ. സൃഷ്ടാവ് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലുപരി സൃഷ്ടാവിന്റെ നാമങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ തെളിവാക്കി വെച്ചിട്ടും ചെയ്തു. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് തെളിവുകൾ ശരീരത്തിലുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളിൽ തന്നെയും പുറത്തും. അപ്പൊ രണ്ട് രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരും. അഥവാ നമ്മുടെ ശരീരത്തിലും വരുന്ന അതിന് പുറത്തും സൃഷ്ടാവിന്റെ തെളിവുകൾ വരുന്നു പറയുന്നുണ്ട്. അതാണ് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൈകൾ വെളിപ്പെടുന്നു പറയുന്നത്. നമ്മുടെ കൈകളിൽ എന്താണോ അത് സൃഷ്ടാവിന്റെ ആ കൈകളുടെ അംശത്തിന്റെ നാമാണ്. അപ്പൊ അതാണ് കൈകൾ വെളിപ്പെടുന്നു പറയുന്നത്. അതിപ്പോ ബൈബിളിലേക്കും ഭഗവത്ഗീതയിലും എല്ലാത്തിലും നോക്കാന്നുണ്ടെങ്കിൽ സെയിം എല്ലാം ഒന്ന് തന്നെയാണ്. സൃഷ്ടാവിന്റെ ആ ഒരു അംശത്തെയാണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത്. അതിനെ എല്ലാ ഗ്രന്ഥവും കൈകൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ ആ പേര് വന്നത്. അപ്പോൾ ഈ തെളിവുകൾ പുറത്തു വരും അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ ഇത് നമ്മളിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നരകം ഉറപ്പാണെന്ന് വിശുദ്ധ ഖുർആനും പറയുന്നുണ്ട്, ബൈബിളും പറയുന്നുണ്ട്, ഭഗവത്ഗീതയും പറയുന്നുണ്ട്. ഇനി യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് വന്നെത്തുന്ന സമയം നമ്മൾ അല്പം പോലും എന്താ പറയുക, ടൈം നമ്മൾ വേസ്റ്റ് ആക്കാൻ നിൽക്കരുത്. അഥവാ നമ്മളതിനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ എതിർത്തിട്ടോ സംശയത്തിലോ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പിന്നീട് ഒരിക്കലും ആ സത്യം മനസ്സിലാക്കാൻ കഴിയാതാവും. അപ്പോൾ ആ സത്യം നമുക്ക് വന്നെത്തുന്ന സമയത്ത് നമ്മൾ അതിനെ വിശ്വസിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും. അതാണ് നമ്മൾ പറയുന്നത്, ലോകാവസാനം ഇപ്പോൾ നാളെ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇനി ഒരു ദിവസമുള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ മഹദി ഇമാമിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത് അവസാന മനുഷ്യന്റെ ഭാഗ്യ പരീക്ഷണമാണ്. അഥവാ അവന്റെ ജീവിതം അവൻ തിരഞ്ഞെടുക്കണം. നരകം വേണോ സ്വർഗം വേണോ, അഥവാ അള്ളാന്റെ ശിക്ഷ വേണോ അല്ലെങ്കിൽ ഇത്ര കാലം ചെയ്തതിനുള്ള നന്മ വേണോ എന്നുള്ളത് അവനവൻ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾ മുട്ടുകുത്തി അയഞ്ഞിട്ടായാലും ഐസുമല കയറിയിട്ടാണെങ്കിൽ പോലും നമ്മൾ മഹദി ഇമാമിനെ ബൈഅത്ത് ചെയ്യണം എന്ന് പറയുന്നത് എന്താ, അവന്റെ അവസാനത്തെ ഭാഗ്യ പരീക്ഷണമാണ്. അതിലവൻ വിജയിച്ച വിജയിച്ചു. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും മഹദി ഇമാമിലേക്ക് എത്തിപ്പെടാൻ പറഞ്ഞാൽ അതുകൊണ്ടാണ്. അത് വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഈ കാലം വരെ ചെയ്ത നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതാണ് അൽ കഹ്ഫ് സൂറത്തിൽ അവസാനം പറയുന്നുണ്ടല്ലോ, അത് അവസാനത്തെ 10 ആയത്തുകളിൽ പറയുന്നുണ്ട്, അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന്. പക്ഷെ അവിടെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോയിട്ടുണ്ടാവും. കാരണം യഥാർത്ഥ അള്ളാന്റെ ദൃഷ്ടാന്തത്തെ വിശ്വസിക്കാത്തവർക്ക് പരലോകത്തിലൊരു സ്ഥാനം കൊടുക്കൂല എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ വന്നെത്തും. അതിപ്പോ ഭഗവത്ഗീതയിലൂടെ ആണെന്നുണ്ടെങ്കിൽ അത് കൽക്കിയുടെ എന്താ പറയാ, കൽക്കിയുടെ എന്താണ് പ്രവൃത്തികളായിരിക്കും. അഥവാ കൽക്കി ആയിരിക്കും നീതി നടപ്പിൽ വരുത്തുന്നത്. ഇനി അത് ബൈബിളിലൂടെ വരുമ്പോൾ ഈസാ നബിക്കാണ് ആ ഗ്രന്ഥം ഇറക്കപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ സമുദായത്തെ നന്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആര് ചെയ്യുന്നോ അത് ഈസാ നബിയുടെ ദൗത്യം പൂർത്തീകരിക്കലാണ്. അപ്പം അത് ഈസാ നബിയുടെ റോളായിരിക്കാം. ഇനി വിശുദ്ധ ഖുർആനിലേക്ക് വരുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തീകരിക്കുന്ന മഹദി ഇമാമായിട്ട് മാറും. ഇനി അത് ജൂതന്മാരിലേക്കാണെന്നുണ്ടെങ്കിൽ അവർ മിശിഹായിട്ട് മാറും. കാരണം ഏകദൈവ വിശ്വാസത്തെ പറ്റിയിട്ടാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. അപ്പൊ ജൂതമതമാവട്ടെ, ഇസ്ലാമാവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ബൈബിളാവട്ടെ, എല്ലാത്തിലും നിയമം ഒറ്റൊന്നേ ഉള്ളൂ, ഏക സൃഷ്ടാവാണെന്നുള്ള തെളിവ് എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ആ തെളിവ് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇത്രയും ഭിന്നിച്ചു പോയത്. അപ്പൊ മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മതത്തിന്റെ കീഴിൽ നിർത്താൻ ആർക്ക് കഴിയും?
ഈ നിയമങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക് കഴിയും. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ചിലപ്പം മൂന്നാളുകളായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒറ്റ വ്യക്തിയായിരിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സൃഷ്ടാവ് ഒന്നാണെന്നുണ്ടെങ്കിൽ, എല്ലാ മതഗ്രന്ഥത്തിലെ നിയമങ്ങളും ഒന്നാണെന്നുണ്ടെങ്കിൽ, ആ ഒരു നിയമം മനുഷ്യർക്ക് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ സത്യത്തെ പുനഃസ്ഥാപിക്കാൻ, ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു വ്യക്തിക്ക് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഒന്ന് തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അല്പം ഇത് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് തവണ പറയുന്നുണ്ട്. അള്ളാന്റെ ദൃഷ്ടാന്തത്തെ വിശ്വസിക്കാത്തവർക്ക് നരകമാണ്. പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പം എന്തായാലും യഥാർത്ഥ സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും.